നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളെ കൂടുതൽ കരുതലോടെ നോക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, കുട്ടികൾക്ക് ഒരു കാര്യം നമ്മൾ തീരുമാനിക്കണമെങ്കിൽ, ഒരു കാര്യം നമ്മൾ കൊടുക്കണമെങ്കിൽ അത് അത്രമാത്രം റിസർച്ച് ചെയ്തും ഒരുപാട് ഒപ്പീനിയൻസ് എടുത്തും ഒക്കെ തന്നെ ചെയ്യുന്ന ആളുകളാണ്. അത്തരത്തിൽ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ വളർത്തുമ്പോൾ അവരുടെ സൗന്ദര്യവും അവരുടെ സംരക്ഷണവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ജോൺസൺസ് ആൻഡ് ജോൺസൺസ് ബേബി പൗഡറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആ ഉൽപ്പന്നത്തിൽ വലിയ രീതിയിൽ മാരകമായിട്ടുള്ള ക്യാൻസർ രോഗം വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളാണ് ജോൺസൺസ് കമ്പനി ഉപയോഗിക്കുന്നത് എന്നുള്ള ആരോപണം ശക്തമായി കൊണ്ടിരിക്കുന്ന ചില കാലഘട്ടമാണ് ഇപ്പോൾ. 10,000-കണക്കിന് ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ രാജ്യത്തിലെ പല കോടതികളായിട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നു. ഇപ്പോഴത്തെ ഈ ഹർജികളെല്ലാം ഒരു തീരുമാനമാക്കാൻ വേണ്ടി കമ്പനി തന്നെ നേരിട്ടെത്തിയിരിക്കുകയാണെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പരാതിക്കാർക്ക് നഷ്ടപരിഹാരം നൽകി കേസ് ഒത്തുതീർപ്പാക്കാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. $5.5 ബില്യൺ, ഏകദേശം 52,000 കോടിയാണ് ഈ നഷ്ടപരിഹാര തുകയായിട്ട് നൽകാൻ ഇപ്പോൾ കമ്പനി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ജോൺസൺസ് ബേബി പൗഡറിന്റെ ഉപയോഗം ഗർഭാശയ അർബുദത്തിന് കാരണമായെന്ന് അവകാശപ്പെട്ട് പരാതി നൽകിയതിൽ 76,000-ലേറെ പേർക്കാണ് നഷ്ടപരിഹാരം ലഭിക്കാൻ പോകുന്നതെന്നാണ് കണക്കുകൾ. പരാതിക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ ന്യൂജേഴ്സിയിലെ ഫെഡറൽ കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് നടപടി. എന്നിരുന്നാലും പരാതിക്കാരിൽ 95% പേരെങ്കിലും ഈ കരാർ അംഗീകരിച്ചാൽ മാത്രമേ തീരുമാനം അന്തിമമാകുകയുള്ളൂ. നഷ്ടപരിഹാരം അംഗീകരിച്ചാൽ 10 വർഷം നീണ്ട നിയമ പോരാട്ടമാകും അന്ത്യം കാണാൻ പോകുന്നത്. ജോൺസൺസ് ആൻഡ് ജോൺസൺസിന്റെ ബേബി പൗഡറുകളിൽ ആസ്ബോസ്റ്റേഴ്സ് അടങ്ങിയിട്ടുണ്ട് എന്നും ഇതിന്റെ നിരന്തര ഉപയോഗം മെസോതെലിയോമ ഉൾപ്പെടെയുള്ള അർബുദ ബാധയ്ക്ക് കാരണമാകുമെന്നാണ് പരാതികളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കേസുകളിൽ ഭൂരിഭാഗവും US-ലെ ബഹുരാഷ്ട്ര കമ്പനി നേരത്തെ ഒത്തുതീർപ്പാക്കിയതായിരുന്നു. കേസുകളിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എന്നാൽ കേസ് പൂർണ്ണമായും അവസാനിപ്പിക്കാനാകില്ല എന്നും ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്നുമായിരുന്നു അന്ന് കമ്പനി അറിയിച്ചത്. ഇതുവരെ വിചാരണ ചെയ്ത ഭൂരിഭാഗം കേസുകളിലും വിജയിച്ചതുപോലെ നിയമ പോരാട്ടം തുടരുന്നില്ല എങ്കിൽ കമ്പനി തന്നെ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ച് മാറ്റി നിർത്താനും ജീവൻ രക്ഷിക്കുന്ന മരുന്നുകളും ഉപകരണങ്ങളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഈ ഒത്തുതീർപ്പ് ഉദ്ദേശിക്കുന്നതെന്ന് കമ്പനി വ്യക്തമാക്കുന്നു. 2027-ൽ $300 കോടി, $300 കോടി നൽകാനാണ് ജോൺസൺസ് ആൻഡ് ജോൺസൺസ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് 2028-ലും കൂടുതൽ തുക നൽകിയേക്കുമെന്നാണ് കണക്കുകൾ. എന്നാൽ ഈ ഒത്തുതീർപ്പിൽ പങ്കാളികളാകുന്ന ആളുകളുടെ എണ്ണത്തിൽ ആശ്രയിച്ച് കരാറിലെ ആകെ തുക ഇതിലും ഉയർന്നേക്കാമെന്നാണ് സൂചനകൾ. തങ്ങളുടെ ടാൽക് ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണെന്നും ആസ്ബസ്റ്റോസ് അടങ്ങിയിട്ടില്ല എന്നും അത് ക്യാൻസറിന് കാരണമായിട്ടില്ല എന്നുമാണ് നിലവിൽ ജോൺസൺസ് ആൻഡ് ജോൺസൺ കാലങ്ങളായി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. 2020-ൽ US-ൽ ടാൽക് അധിഷ്ഠിത ബേബി പൗഡർ വിൽക്കുന്നത് കമ്പനി അവസാനിപ്പിക്കുകയും പകരം ചോളം ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ടെക്സാസ് ടു സ്റ്റെപ്പ് എന്നറിയപ്പെടുന്ന തന്ത്രത്തിലൂടെ ഒരു ഷെൽ കമ്പനിയെ ഉപകമ്പനിയാക്കി പാപ്പരത്ത ഹർജികൾ ഫയൽ ചെയ്ത് കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ജോൺസൺസ് ആൻഡ് ജോൺസൺസ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് പുറത്തു വന്നത്. 3 വർഷങ്ങളിലേറെയായി നിർത്തിവെച്ചിരിക്കുന്ന നിയമ നടപടികൾ 2025 മാർച്ചിലാണ് വീണ്ടും ആരംഭിക്കുകയും ഓരോ പാപ്പരത്ത ഹർജിയും കോടതി തള്ളുകയും ചെയ്തത്. മുൻപ് പാപ്പരത്ത ഹർജികൾ നൽകാൻ ശ്രമിക്കുന്നതിന് മുൻപ് ടാൽക് കേസുകളിൽ ജോൺസൺ ആൻഡ് ജോൺസന്റെ കോടതി വിധികൾ സമ്മിശ്രമായിരുന്നു. ബേബി പൗഡർ അണ്ഡാശയ അർബുദത്തിന് കാരണമായെന്നാരോപിച്ച് 22 സ്ത്രീകൾക്ക് അനുകൂലമായാണ് കോടിക്കണക്കിന് ഡോളറിന്റെ വിധി അന്നുണ്ടായത്. ചില വിചാരണകളിൽ കമ്പനി പൂർണ്ണമായി ജയിച്ചപ്പോൾ മറ്റു ചില കേസുകളിൽ അപ്പീൽ നൽകി ശിക്ഷാ തുക കുറയ്ക്കുകയും ചെയ്തിരുന്നു. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ മറ്റൊരു ഭയപ്പെടുത്തുന്ന വാർത്ത തന്നെ പുറത്തു വന്നിരുന്നു. അതായത് ഓൺലൈൻ വഴി കിട്ടുന്ന വില കുറഞ്ഞ വെള്ളി മോതിരത്തിൽ ക്യാൻസർ സാധ്യതയുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അതായത് നമ്മൾ ഇപ്പോഴത്തെ സൗന്ദര്യവർദ്ധനത്തിലും മറ്റുമായി ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഇത്തരത്തിൽ ക്യാൻസർ വരെ
തട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത്. ആമസോണിലൂടെയും ടിക്ടോക്ക് ഷോപ്പുകളിലൂടെയും വിൽക്കുന്ന വില കുറഞ്ഞ വെള്ളി ആഭരണങ്ങളിൽ ക്യാൻസറിനും വൃക്കരോഗങ്ങൾക്കും കാരണമാകുന്ന വിഷലോഹത്തിന്റെ സാന്നിധ്യം കൂടുതലായി കണ്ടെത്തിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ട്. ദി സൺഡേ ടൈംസിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിരുന്നത്. കാഡ്മിയം എന്നറിയപ്പെടുന്ന വിഷലോഹത്തിന്റെ സാന്നിധ്യം ഇത്തരം ആഭരണങ്ങളിൽ കൂടുതലാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. ആമസോണിൽ നിന്നും ടിക്ടോക്കിൽ നിന്നും ഇത്തരം ആഭരണങ്ങൾ വാങ്ങി ബിർമിംഗ്ഹാം അസേ ഓഫീസിൽ വച്ച് നടത്തിയ പരിശോധനയിലാണ് കാഡ്മിയത്തിന്റെ അളവ് കൂടുതലായി കണ്ടെത്തിയത്. ഒന്നാന്തരം വെള്ളി എന്ന പരസ്യത്തോടെ 2.99 പൗണ്ട് അഥവാ 386.93 രൂപയ്ക്ക് വിൽക്കുന്ന മോതിരത്തിൽ 92.3% കാഡ്മിയം അടങ്ങിയതായാണ് കണ്ടെത്തിയത്. UK-യിൽ കാഡ്മിയം ചേർക്കാൻ നിയമപരമായി നൽകിയ പരിധിയേക്കാൾ 9000 മടങ്ങ് കൂടുതലായിരുന്നു ഈ അളവ്. ടിബറ്റൻ സിൽവർ, 999 സിൽവർ എന്നീ പേരുകളിൽ ഗുയാസാല എന്ന നിർമ്മാതാക്കൾ വിറ്റ ആഭരണങ്ങളിൽ കാഡ്മിയത്തിന്റെ അളവ് 5000 മടങ്ങ് കൂടുതലായിരുന്നു. ഡെർവിവിയ എന്ന ഫാഷൻ ബ്രാൻഡ് വിൽക്കുന്ന ആഭരണങ്ങളിൽ കാഡ്മിയത്തിന്റെ അളവ് കൂടുതലാണെന്ന് നേരത്തെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയതുമാണ്. പെർഫോം പേൾസ് എന്ന ബ്രാൻഡിൽ നിന്നും വാങ്ങിയിട്ടുള്ള 925 സിൽവർ എന്ന പരസ്യത്തിൽ വിറ്റ ബ്രേസ്ലെറ്റിൽ 33% കാഡ്മിയം അടങ്ങിയതാണ് റിപ്പോർട്ടുകൾ. ഇതും UK-യിൽ നിയമപരമായി പരിധിയായിട്ടുള്ള 0.01%-ന്റെ ഏകദേശം 3300 മടങ്ങ് കൂടുതലായിരുന്നു. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികളിലും മറ്റും ഉപയോഗിക്കുന്ന വെളുത്ത ലോഹമായ കാഡ്മിയം ശരീരത്തിൽ കാലക്രമേണ അടിഞ്ഞുകൂടുന്നത് ആന്തരിക അവയവങ്ങളെ തകരാറിലാക്കും. ക്യാൻസർ സാധ്യത കൂട്ടുകയും വൃക്കകളുടെയും അസ്ഥികളുടെയും ആരോഗ്യം തകരാറിലാക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇവ എത്തിച്ചേക്കാം. എല്ലാതരം ആഭരണങ്ങളിലും കാഡ്മിയം ഉണ്ടാവില്ല എങ്കിലും ഇവ അമിതമായിട്ടുള്ള ആഭരണങ്ങൾ കുട്ടികളോ മറ്റോ വായിലിടുകയോ വിഴുങ്ങുകയോ ചെയ്താലോ ചർമ്മത്തിലെ മുറിവുകളിലൂടെയാണ് ശരീരത്തിൽ പ്രവേശിപ്പിക്കാൻ സാഹചര്യമൊരുക്കുന്നത്. ഓൺലൈനിലൂടെ വിൽക്കുന്ന ആഭരണങ്ങളിൽ കാഡ്മിയത്തിന്റെ അളവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ആമസോൺ പ്രസ്താവന പുറത്തിറക്കുകയായിരുന്നു. ഉപഭോക്താക്കളുടെ സുരക്ഷാ ഗൗരവം എടുത്തുകൊണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും നിയന്ത്രണങ്ങളും നിയമം പാലിക്കപ്പെടുന്ന രീതിയിൽ ഇനി വിൽക്കപ്പെടുകയുള്ളൂ എന്നും അന്വേഷണം നടത്തിയ ശേഷം ഇത്തരം ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചുവെന്നും പ്രസ്താവനയിലൂടെ ആമസോൺ അറിയിച്ചു. കുറ്റക്കാരായിട്ടുള്ള വിൽപ്പനക്കാരെ വിലക്കിയതായും കാഡ്മിയം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ആഭരണങ്ങൾ തിരിച്ചു വിളിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ടിക്ടോക്കും വ്യക്തമാക്കി. കാഡ്മിയം അമിതമായിട്ടുള്ള അളവിൽ ശരീരത്തിലെത്തുന്നത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. ഇവ വൃക്കയിൽ അടിഞ്ഞുകൂടുന്നത് വൃക്കയുടെ പ്രവർത്തനം തന്നെ തകരാറിലുമാക്കും. അസ്ഥികളുടെ ആരോഗ്യം പ്രശ്നമാക്കുകയും ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോമലോസിയ തുടങ്ങിയുള്ളവയ്ക്ക് കാരണമാകുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. കാഡ്മിയം അടങ്ങിയിട്ടുള്ള വായു ശ്വസിക്കുന്നത് ശ്വാസകോശത്തെ തകരാറിലാക്കി കെമിക്കൽ ന്യൂമോണൈറ്റിസ്, ശ്വാസകോശാർബുദം തുടങ്ങിയവയ്ക്കും കാരണമാകുമെന്നും പറയുന്നുണ്ട്.